കുട്ടികളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ്. ചിലയിടങ്ങളിൽ ഇതിനെ പൊട്ടിയെന്നും ചൊള്ളയെന്നൊക്കെ പറയപ്പെടാറുണ്ട്. രോഗബാധിതർ തുമ്മുന്നതിലൂടെയോ ചുമക്കുന്നതിലൂടെയോ ഉണ്ടാകുന്ന ശ്രവകണങ്ങൾ വായുവിലൂടെ ഈ രോഗം പടർത്തുന്നു. രോഗിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം വഴിയും ഇത് പടരാവുന്നതാണ്. കുരുക്കൾ വരുന്നതിന് 1-2 ദിവസം മുതൽ 10 ദിവസം വരെ രോഗപടർച്ചയ്ക്ക് സാധ്യതയുണ്ട്. തലവേദന, പനി, ക്ഷീണം, വിശപ്പില്ലായ്മ എന്നിവയൊക്കെയാണ് ഈ രോഗത്തിന്റെ പ്രാരംഭ രോഗലക്ഷണങ്ങൾ. തുടർന്ന് ചർമ്മത്തിൽ ചുവന്ന പാടുകൾ ഉണ്ടാവുകയും അവിടെ കുരുക്കൾ വന്ന് അതിൽ വെള്ളം നിറഞ്ഞ് കുമിളകളാവുകയും പിന്നീട് അത് പൊറ്റയായും മാറുന്നു. ഇതിന് ഏകദേശം 6 ദിവസം മുതൽ 10 ദിവസം വരെ സമയമെടുക്കാവുന്നതാണ്. ഹെർപ്പസ് സോസ്റ്റർ വൈറസ് കുടുംബത്തിൽപ്പെട്ട വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. കൈകാലുകളേക്കാൾ ഉപരി തലയിലും ഉടലിലുമാണ് കൂടുതലായിട്ടും ഈ കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നത്. ന്യൂമോണിയ, തലച്ചോറിലുള്ള അണുബാധ, തൊലിപ്പുറത്തുള്ള അണുബാധ, ഹെർപ്പസ് സോസ്റ്റർ അഥവാ ഞരമ്പ് പൊട്ടി എന്നിവയൊക്കെയാണ് ഇതിന്റെ സങ്കീർണതകൾ. കുട്ടികളിൽ ഇവയുടെ തീവ്രത മുതിർന്നവരെക്കാൾ കുറവാണ്. അസൈക്ലോവിർ എന്ന ആന്റിവൈറൽ മരുന്ന് ഈ രോഗത്തിന് വളരെ ഫലപ്രദമാണെങ്കിലും സാധാരണയായി പാരസിറ്റമോൾ, കെലാമിൻ ലോഷൻ, ധാരാളം വെള്ളം കുടിക്കുക വഴിയൊക്കെ നമുക്ക് ഇതിന്റെ രോഗലക്ഷണങ്ങൾ വളരെ കുറക്കാൻ സാധിക്കും. ഈ രോഗത്തിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമാണ്. രോഗിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക വഴിയും നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാം.